Good morning, everyone. Prayer. We praise you, Lord, and we thank you for the opportunity to learn and grow through this online class. Bless our teachers who inspire and guide us. Bless our batchmates and all the people who care for us. Come to our heart and make us attentive, patient, and diligent to understand the lesson that our teachers teach us. Dear Lord, bless our beloved country that we may have unity, peace, and prosperity. Thank you. Very good morning to all. It's a true pleasure to welcome you all here today. I welcome our ma'am to the session. Welcome, ma'am, and I welcome you all to the session. Ready to engage. Have a great day. Thank you. തോട്ട് ഓഫ് ദ ഡേ. നിങ്ങൾ ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ ഒന്നിനെ പറ്റിയും അമിതമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. നിങ്ങൾ ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെടും. താങ്ക് യു. ഗുഡ് മോർണിംഗ്. തിങ്സ് ചോദിച്ചതുപോലെ പ്രെയർ കഴിഞ്ഞിരുന്നു. യെസ് മാം. എല്ലാം കഴിഞ്ഞു അല്ലേ? ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. മാം. യെസ് പ്ലീസ്. ആരായിരുന്നു വിളിച്ചത്? ഓക്കെ, പ്രെയർ എല്ലാം കഴിഞ്ഞിരുന്നു. പ്രെയറിന്റെ കാര്യം പ്രെയറിന്റെ ബാക്കി സൈലന്റ് തോട്ട് ഫോർ ദ ഡേ ഒക്കെ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇപ്പൊ ജസ്റ്റ് ഫൈനൽ എക്സാമിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ബാച്ചിൽ നിന്ന് ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ് പേഴ്സണലി, മിസ് ക്ലാസ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴുള്ള സൈൻ ഇൻ സൈൻ ഔട്ട് കാരണം കുറെ പേര് കോഴ്സ് നിർത്തി പോകുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ടോ? എന്നേ ഞാൻ പറയുന്നുള്ളൂ. അവർക്ക് നഷ്ടമായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് നഷ്ടമായി, നമ്മൾ അവരെ മിസ് ചെയ്യുന്നു. ഓക്കെ, ബട്ട് ദേ ലോസ്റ്റ് ഇറ്റ് ഞാൻ പറയുള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നും അല്ലല്ലോ, നമ്മൾക്ക് പറ്റാവുന്നവർ ചെയ്യാം. ഒരാൾ ആരെയും നിർബന്ധിക്കുന്നില്ല. നമുക്ക് ആർക്കാ പറ്റുക, നമ്മൾ ആ അവസരം ഉപയോഗപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്തില്ലെങ്കിലും അതൊരു സൈലന്റ് പ്രെയറിലൂടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഇറ്റ്സ് അപ് ടു യു. ക്ലാസ് തീരാറാവുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ അയ്യോ ഇനി ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ ജഡ്ജ് ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്തത് കുറച്ചുകൂടെ നാളെ എനിക്ക് മെച്ചാക്കാൻ പറ്റണം. അങ്ങനെ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്ത് നമ്മളെ
ശില്പവും നീയെ ശില്പിയും നീയെ എന്ന് കേട്ടിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുവിന്റെ വളരെ മനോഹരമായ വാക്കുകളാണ്. നമ്മൾ തന്നെയാണ് ഉള്ളി കുത്തി കുത്തി നമ്മളെ നല്ലൊരു ശില്പമാക്കി മാറ്റുന്നത്. ശില്പവും ശില്പിയും നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഓക്കെ ഓക്കെ ഫൈൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10-11 ബാച്ചുകൾക്ക് കമ്പൈൻഡ് ആയിട്ടാണ്. അപ്പൊ അവർക്ക് ഇന്ന് മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അവരുടെ വൈവയൊക്കെ ഇങ്ങനെ പാരലലി നടക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് 12 ആഫ്റ്റർ 12:30 നിങ്ങളാകാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചോളൂ, ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചോളൂ. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ നിങ്ങൾക്കുള്ള പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ നേരിട്ട് വന്നുള്ള ക്ലാസ്സിന്റെ ഡേറ്റ് എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് ഡെഫിനറ്റ്ലി ഞാൻ അത് തരും. മേ ബി നെക്സ്റ്റ് വീക്ക്. കാരണം ക്രിസ്മസ് ഒക്കെ വന്ന അവധിയൊക്കെ വരുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 2 ക്ലാസ് എങ്കിലും കിട്ടുവാണെങ്കിലാണ് ഡെമോൺസ്ട്രേഷൻ ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ടൈമും ഡേറ്റും അറിയിക്കാം. നേരിട്ടുള്ള അതിന്റെ ഡേറ്റ് അറിയിക്കാം. സാറ്റർഡേ ആയിരിക്കും. ഏത് സാറ്റർഡേ എന്നുള്ള ഒരു കൺഫർമേഷൻ ആയിട്ടില്ല എന്നേ ഉള്ളൂ. എന്തോ മെയിൻ എക്സാം എന്നായിട്ട് വരും ഞങ്ങളുടെ? ഇപ്പൊ 10-11 നടക്കല്ലേ. നിങ്ങൾക്ക് ഇനി PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. PGയുടെ ഉള്ള കുട്ടികൾക്ക് PGയുടെ ക്ലാസ്സിന് ഇപ്പോഴത്തെ ബാച്ചിന്റെ ഒരു ബെനിഫിറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ PG കഴിഞ്ഞിട്ടായിരുന്നു അവർക്ക് ഡിപ്ലോമ എക്സാമിനേഷൻ. പക്ഷെ അതിന് മുമ്പുള്ള അത് നല്ല സ്പീഡിൽ പോയതുകൊണ്ടാണ്, നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ്. അതിന് മുമ്പുള്ള ബാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PGയുടെ ക്ലാസ്സസ് നടക്കുമ്പോൾ തന്നെ ഡിപ്ലോമ PGയുടെ കോമൺ സബ്ജക്റ്റിന്റെ എക്സാംസും ഉണ്ടായിരുന്നു. PG ക്ലാസ് ഉച്ചയ്ക്കാണ്, അത് കഴിഞ്ഞ് രാത്രിയാണ് എക്സാം. പക്ഷെ ക്ലാസ്സുകളൊന്നും നമ്മൾ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നു. ആ സമയത്ത് ക്ലാസ് നടന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ്ലി ഫെബ്രുവരിയിൽ ഉണ്ടാവുമായിരിക്കും. ആ അതിന്റെ ഡേറ്റ് വന്നോ? ഇല്ല, വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടില്ലേ? അത് കഴിഞ്ഞിട്ടാ. ടൈം 1ഉം ടൈം 2ഉം നമുക്കുള്ള പ്രാക്ടീസ് ആണ്, ഒരു മോഡൽ എക്സാം പോലെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എവിടെ വരെ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണോ? നിങ്ങൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. നോ പ്രോബ്ലം, ഒരു വറിയും വേണ്ട. നമുക്ക് സമയം കിട്ടും, പ്രാക്ടിക്കൽസിന് സമയം കിട്ടും, വൈവയ്ക്കും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടും, എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടും. ഒരു ബാച്ചിനും കിട്ടാതെയൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ബാച്ചിന്റെ ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതിലെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നപ്പോഴേ ആണ് അവരൊക്കെ ഇത്തിരി ഹറിബറി ആയി പോയത്. പക്ഷെ ഇതെന്തായാലും സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. നോ പ്രോബ്ലം. ഇറ്റ്സ് നിങ്ങളുടെ കോപ്പറേഷൻ കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഒരു കോപ്പറേഷൻ, മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് കോപ്പറേഷൻ, സഹകരണ മനോഭാവം. യെസ്, ഐ വിൽ ഡു. ഞാനിത് ചെയ്യാം. വേറൊരാൾക്ക് പറ്റാതെ വരുമ്പോൾ ഞാനിത് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ചെയ്യാം. അടുത്ത ദിവസം അയാൾ ചെയ്യാൻ പറ്റാതിരുന്ന വ്യക്തിയായിരിക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടിയിട്ട് വേറൊരാളാണല്ലോ ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി. ദാറ്റ് ടൈപ്പ് ഓഫ് സഹകരണ മനോഭാവം, കോപ്പറേഷൻ, അത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ ഫൈൻ. നമ്മൾ എവിടം വരെ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അല്ലേ? ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ് കേട്ടോ മാമി ഇനി എടുക്കാനുള്ളത്. അത് വായിച്ചിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഒരു അവധി കിട്ടി എല്ലാരും വോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാരും അവരവരുടെ നയം വ്യക്തമാക്കി കാണുമല്ലോ. കുറച്ചു പേർക്ക് ഇന്ന് നാളെ ആയിരിക്കും അല്ലെ? കണ്ണൂരൊക്കെ നാളെയാ. തൃശ്ശൂര് തുടങ്ങി വടക്കോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നാളെയല്ലേ? അതെ മാം. വളരെ അടുത്തൊരു സുഹൃത്താണ് ഇവിടെ ഒരു പാർട്ടിയിൽ നിൽക്കുന്നത്. പിന്നെ ഇതൊരു ഗ്രാമപ്രദേശമാണല്ലോ. ആളുകളിൽ ആ ഒരു നന്മയും ആ ഒരു നിഷ്കളങ്കതയൊക്കെ മുഖത്ത് ശരിക്കും കാണാനുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. വേറൊരു പാർട്ടിയുടെ ഒരു കുട്ടി, സ്ത്രീകളാണല്ലോ ഇപ്രാവശ്യം കൂടുതൽ നിൽക്കുന്നത്. വേറൊരു പാർട്ടിയുടെ ഒരു കുട്ടി വന്നപ്പോ നമുക്ക് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ വരും. അതായത് വോട്ടർമാരെ, ഈ ഇലക്ഷന് നിൽക്കുന്നവര് ഒരു 3-4 പ്രാവശ്യം നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു മാനസിക സംഘർഷം. ഞാൻ ആർക്ക് കൊടുക്കും? ഞാൻ ശരിക്കും പെട്ട ഒരു സമയമായിരുന്നു അത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അവർക്ക് ചിലരെ കാണുമ്പോൾ സൈക്കോളജി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യജീവികൾക്കും അറിയാന്നാണ് എനിക്ക് തോന്നുന്നത്. മൃഗങ്ങൾക്കും അറിയായിരിക്കും. പല പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ എന്റെ സുഹൃത്താണ്. അപ്പൊ ഓൾറെഡി എന്റെ തലയിൽ ആ മറ്റേ സുഹൃത്തുണ്ട്. അപ്പോഴാണ് വേറൊരു പാർട്ടിയുടെ
രാഷ്ട്രീയം ഒന്നും നോക്കിയില്ല. നമുക്ക് പേഴ്സണലി അറിയാവുന്നതും അവര് പ്രീവിയസ്ലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അവര് നാട്ടിൽ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പൊ മറ്റേ കുട്ടി വന്നു കഴിഞ്ഞപ്പോ എന്റെ കൃഷ്ണ, എനിക്ക് ഒട്ടും, ഞാൻ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെയാണ് മാം. സൈക്കോളജി വർക്ക്സ്. വാതിലടക്കാൻ സമയം കിട്ടുന്നില്ല. ഓരോരോ പാർട്ടീന്റെ ആൾക്കാര് വന്നിട്ട് ഇത് തന്നെയാണ്. അപ്രോച്ച് അത് ഭയങ്കര പ്ലീസിങ്, വളരെ നല്ല ചിരി. ആ ചിരിയായിരുന്നു ആ കുട്ടിയുടെ ഹൈലൈറ്റ്. എനിക്ക് അങ്ങോട്ട് ഭയങ്കര, ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയും, ഹസ്ബൻഡ് എന്നോട് ചോദിക്കാൻ ആർക്കാ ചെയ്തത്, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഭയങ്കര ഒരു മാനസിക സംഘർഷത്തിലൂടെയായിരുന്നു വോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കടന്നുപോയത്. ആര് ജയിച്ചാലും സന്തോഷം തന്നെ, പക്ഷെ എന്നാലും ഒരു ഇത്. സോ ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്, അതാണല്ലേ നമുക്ക് ഇനി എടുക്കേണ്ടത്. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പാർട്ട് 4 എവിടം വരെയായി എന്ന് പറയാമോ? പാർട്ട് 4 ഫസ്റ്റ് ചാപ്റ്റർ മാത്രം അത് എടുത്തില്ല, ഫുള്ള് കംപ്ലീറ്റ് ആയില്ല. അശ്വതി മാം മറന്നെടുത്തിരുന്നു. കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ചാപ്റ്റർ ഇനി എടുക്കാനുണ്ട്. ആണോ? ആ, ഓക്കെ. ഞാനൊരു മാനേജ്മെന്റ്, എന്തോ സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ്. തന്നിരുന്നു മാം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ ക്വസ്റ്റ്യൻസ്? അതെ മാം. യെസ് മാം. ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്. അപ്പൊ മറിയ മോണ്ടിസോറി ഡിവൈഡ് ചെയ്ത 2 സ്റ്റേജസിനെ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ, അതിനെ സബ്മിറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഇനി സബ്മിറ്റ് ചെയ്യണം കേട്ടോ. 10 ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് വാല്യൂ ചെയ്യാൻ ഭയങ്കര പാട്. ഇപ്പൊ തന്നെ കൂടുതൽ അസൈൻമെന്റ്സ് വന്നത് വാല്യൂ ചെയ്യാനായിട്ട് നല്ല വിഷമമായിട്ടിരിക്കുക. പക്ഷെ എനിവേ നിങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് നിങ്ങൾ ചെയ്തോളൂ, നോ പ്രോബ്ലം. നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്യണ്ട. ഇത്രയും പേജസ് എടുത്ത് സബ്മിറ്റ് ചെയ്യണേ. മോറൽ സെൻസിന്റെ ഡെവലപ്മെന്റ്. മറിയ മോണ്ടിസോറി 2 സ്റ്റേജസ് ആയിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ ഡിവൈഡ് ചെയ്തു. ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ഇത് ഏത് ഏജ് ആണെന്ന് നമുക്കറിയാം. ബർത്ത് തുടങ്ങിയിട്ട് ഒരു 12 ഇയേഴ്സ് വരെയാണ് ചൈൽഡ്ഹുഡ്. അതുപോലെ തന്നെ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് 12 to 24 ഇയേഴ്സ്. ആ ഒരു ടീനേജും ആ ഒരു യങ് ഒരു പേഴ്സൺ ആയി മാറുന്നതും ഒക്കെ, ബ്രെയിൻ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നവരെയുള്ള ആ ഒരു രീതിയിൽ ഏജിനെ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയ ചൈൽഡ്ഹുഡിനെ വീണ്ടും 2 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 0 to 6 ഇയേഴ്സും ഫസ്റ്റ് പീരീഡും, സെക്കൻഡ് പീരീഡ് 6 to 12 ഇയേഴ്സും. ഈ ഫസ്റ്റ് പീരീഡ് നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ തുടക്കം മുതലേ പറഞ്ഞു വന്നത് അതായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് പീരീഡ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ച് നമ്മൾ പറഞ്ഞു, മെന്റൽ ചേഞ്ച് പറഞ്ഞു, പല്ല് കൊഴിഞ്ഞു പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, മെന്റൽ ചേഞ്ചും എല്ലാം പറഞ്ഞു. ക്യൂരിയസ് മൈൻഡ് ആണ്, അവർ കൂടുതൽ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കും. ഫസ്റ്റ് പീരീഡിൽ അബ്സോർബൻ മൈൻഡ് ആണെങ്കിൽ സെക്കൻഡ് പീരീഡ് ഒക്കെ ആകുമ്പോഴേക്കും സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അവരെല്ലാം അങ്ങനെ വിഴുങ്ങില്ല. അവർക്ക് അറിയണം, കാര്യകാരണ സഹിതം അറിയണം അല്ലെ. അതുകൊണ്ട് ഹൗ ബൈ ക്വസ്റ്റ്യൻസ് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അത് കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷമാണ് അവരതിനെ അവർക്കത് ദഹിക്കുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് സോഷ്യൽ ചേഞ്ചസ്. കുട്ടികൾ സോഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ് ആണ്. അവരിൽ മോറൽ വാല്യൂസ് വരുന്നത്. അവർ പലതും ജസ്റ്റിസ്, അവർക്കൊരു അവരുടേതായ എത്തിക്സ് ഉണ്ടാവും, അവരുടേതായ വ്യൂസ് ഉണ്ടാവും, അവർക്കതായിട്ടുള്ള ഒരു റൂൾസ് ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്ന കണ്ടാൽ അവരതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് റിസർച്ച് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തുറന്നു പറയും. ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും
എത്ര പ്രായമുള്ളവരാണെങ്കിലും അവരുടെ ഭാഗത്തൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരത് തുറന്നു പറയും. നമ്മുടെ ജനറേഷനും അതിന് മുന്നിലുള്ള ജനറേഷനും ഒക്കെ മിണ്ടാതെ നിൽക്കുകയുള്ളൂ. പക്ഷെ അത് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ജനറേഷൻ തൊട്ട് മുന്നിലുള്ള ജനറേഷൻ ഓൾമോസ്റ്റ് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അവര് ചോദ്യം ചെയ്യും, എന്തിനാ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല. സ്വന്തം അമ്മോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും ഗ്രാൻഡ് പാരന്റ്സിനോടാണെങ്കിലും ടീച്ചേഴ്സിനോട് വരും കുട്ടികൾ എണീറ്റ് നിന്ന് പറയാനുള്ള ധൈര്യം ഇപ്പോഴത്തെ ജനറേഷനുണ്ട്. ധൈര്യം എന്നല്ല, ദാറ്റ് ഇസ് എ റൈറ്റ് വേ. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്. ആരേതൊന്ന് റീഡ് ചെയ്യാം? ഫുൾ വേണേ. മോറൽ സെൻസും നെക്സ്റ്റ് വൺ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷനും ഉണ്ട്. അത് കുറച്ചുള്ള രണ്ടും കൂടെ വായിച്ചു. യെസ് പ്ലീസ്, ലവ്ലി. ഞാൻ വായിച്ചോട്ടെ മാം. യെസ്, വായിക്കും. Development of moral sense. With new creative capacities, children in this stage have become the inference expert of abstract. The children's new interest in the abstract extends to the development of moral sense. Children are more interested in what is right and wrong, what is good and bad. They use the power of reason to come to their own outcome. Children also form the attitude of the behavior of the others. Children may seek adult assistance for acceptable behavior. The children's interest in judging behaviors extends to a new interest in justice and compassion for others. Maria Montessori wrote, "It is in the 6 years that one may note the beginning of an orientation toward moral questions, towards the judgment of acts. This is occupation belongs to an interior sensitivity. The concern it is at the age that the concept of justice is born. Simultaneously with the understanding of the relationship between one's acts and the needs of others. Another interesting characteristics of children in this stage is their administration for heroes, stars, and great personalities. It is therefore important to help children realize that between realistic and unrealistic acts and the needs of others. Development of powers of them, and during this phase, they have the capacity to visualize in the spirit. Montessori was concerned with the introduction of fantasy. She was against the introduction of fantasy because she felt that children in the first period to be relate to the reality of life. During she felt fantasy, fable, and myths should play a key role in moral understanding and exploration of feeling and emotions. Thank you, ma'am. രേണു ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയാനുണ്ടോ രേണു? എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. എവിടെയെങ്കിലും ധൃതി പിടിച്ച് യാത്ര ചെയ്യുവാണോ? അതിന് എന്തെങ്കിലും പണിയിലാണോ? അല്ല, ക്ലാസ്സിൽ ഒന്ന് കേറിയതേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞിനൊക്കെ അംഗനവാടി വിട്ടിട്ട്. ഓക്കെ, ശരി. ഓക്കെ, ബി കംഫർട്ടബിൾ. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ചും ഇന്നത്തെ ജനറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവർ ജഡ്ജ് ചെയ്യും, അവർ ജസ്റ്റിഫിക്കേഷൻ, അത് ഉണ്ട്. ജസ്റ്റിഫിക്കേഷൻ, ജസ്റ്റിസ്, അതാണ് നീതി. എല്ലാത്തിനും ആരെന്ത് പറഞ്ഞാലും അവരതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അത് ശരിയല്ല എന്നതിലുണ്ടെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു അഡൾട്ട്, അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും ഒരു അടുപ്പുണ്ടായിരിക്കും. ആക്സെപ്റ്റബിൾ ആയിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തിയോട് ഒരു അടുപ്പുണ്ടായിരിക്കും. അമ്മയാകാം, അച്ഛനാകാം, ചേട്ടനാകാം, ചിലപ്പോൾ പുറത്തുള്ള ആരെങ്കിലും ആകാം, അങ്കിളാകാം, ആന്റി ആകാം, ടീച്ചറാകാം. അങ്ങനെയുള്ള ഒരാളിനോട് അടുപ്പുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ മാത്രം അവരോട് അഭിപ്രായം അവർ ചോദിക്കും. അങ്ങനെ ആരും ഇല്ലാതിരിക്കുന്ന കുട്ടികളാണ് പലപ്പോഴും കൺഫ്യൂഷൻസ് അവർക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ അത് നല്ല റോങ് വേയിൽ പോകരുത്. അത് ചില അഡൽട്സ്, അതായത് പ്രായത്തിൽ മുതിർന്നവരുമായി കൂട്ടുകെട്ട്
ഉണ്ടാക്കാറുണ്ട് അഡൾട്ടിലുള്ള കുട്ടികൾ, അഡോളസെൻസിൽ വരുമ്പോൾ. ആ ഒരു സമയത്ത് ഒരു കൗമാര കാലഘട്ടത്തിൽ അവർക്ക് പ്രായത്തിൽ മുതിർന്ന ആളുകളുമായിട്ട് കൂട്ടുകെട്ടുണ്ടാവും. അത് ഒരു റോങ് വേയിൽ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. അവരുടേതായ ശീലങ്ങളൊക്കെ കുട്ടിയിലേക്ക് റിഫ്ലക്ട് ചെയ്യാം. ചേട്ടൻ അങ്ങനെ ചെയ്യുന്നു, അപ്പൊ അത് ആ ചേട്ടനെ പിന്നെ ഫോളോ ചെയ്യും, റോൾ മോഡലാണ്. അതിൽ നല്ലത് നമ്മൾക്ക് വീട്ടിലുള്ളവർ തന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ അവർക്ക് ആ ഒരു അസിസ്റ്റൻസ് ആയിട്ടുണ്ട്, ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ളത് നല്ലതായിരിക്കും. പിന്നെ ജസ്റ്റിസ്, അതുപോലെ തന്നെ അതുപോലെ കമ്പാഷൻ, അവർക്ക് പലതിനോടും പല കാര്യങ്ങളോടും അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും ആ ഒരു ഓറിയന്റേഷൻ മോറൽ ക്വസ്റ്റ്യൻസിനോട്, അത് അവരുടെ മനസാക്ഷി എന്നുള്ളത് കോൺസൈൻസ് എന്ന് മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. ആ ഒരു മനസാക്ഷി, ലൈക്ക് ദാറ്റ്, ഒരിത് ഐ വിൽ ഡു ദിസ്, ഐ ഡോണ്ട് ഡു ദിസ് ബിക്കോസ് ദിസ് ഇസ് നോട്ട് റോങ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ സ്വയം അതിനെ മനസ്സിലാക്കും. ഈ ഒരു ഏജിലാണ് ആ ഒരു കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്. ഈവൻ ഫ്രണ്ട്സ് തമ്മിലാണെങ്കിൽ പോലും ഒരു സുഹൃത്ത് ശരിയല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ ചിലർ പറയും, നീ അത് ചെയ്തത് ശരിയായില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ അവർ പറയാറുണ്ടല്ലോ. പിന്നെ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ആക്ഷൻസിനെ അവരെ കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരാളിപ്പോ ദേഷ്യപ്പെടുവാണെങ്കിലും, ഒരാള് ഇപ്പം വേറൊരാളോട് വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ അവരതെല്ലാം മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റുന്നു. വൈ ഹി ഈസ് ഡൂയിങ് ലൈക്ക് ദാറ്റ്, വൈ ഷീ ഈസ് റിയാക്ടിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവുന്നു. അതാണ് ഈ ഒരു പ്രായത്തിലെ ചില കുട്ടികളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, അവർ ഭയങ്കര സബ്മിസീവ് ആയിരിക്കും. നമ്മുടെ മക്കൾ തന്നെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ അവരെ വഴക്ക് പറയുവാണ്, നീ ഇത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഫേം ആയിട്ട് നമ്മൾ പറയുമ്പോൾ ചില കുട്ടികളെ ശ്രദ്ധിച്ചാൽ കാണാം, അവർ മിണ്ടാതിരിക്കും. ബിക്കോസ് ഷീ അല്ലെങ്കിൽ ഹീ നോസ് ദാറ്റ് ഐ വാസ് റോങ് ദാറ്റ് ടൈം, ഞാൻ ചെയ്തതിൽ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മിണ്ടാതിരിക്കും. അവർ തിരിച്ച് നമ്മളോട് റിയാക്ട് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ വരില്ല. ഓക്കേന്നോ അല്ലെങ്കിൽ ഐ എം സോറി എന്നോ എന്തെങ്കിലും അവർ പറയും. അങ്ങനെയും കുട്ടികളുണ്ട്. അത് അവരുടെ ഒരു നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. അതല്ല, അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവർ നമ്മളോട് വാദിക്കും. ജസ്റ്റിസ് ഒക്കെ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നല്ലേ. അവർ പറയും, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, അതാണ് ശരിയെന്ന് എനിക്കറിയാം, ഐ നോ ദാറ്റ്, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ മറിയ മോണ്ടിസോറി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും കുട്ടികൾ ഈ ഒരു പ്രായത്തില്, ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, പഴയ കാലം തുടങ്ങിയിട്ട് എല്ലാവർക്കും ഒരു റോൾ മോഡൽ, ഒരു സൂപ്പർ ഹീറോസിനെയൊക്കെ അവര് ഫോളോ ചെയ്യും. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ കുട്ടികൾ സ്പൈഡർമാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, കുറച്ചുകൂടെ വലുതാവുമ്പോൾ അവർക്ക് മൂവിയിലെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സിംഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെ പോലെ നടക്കാനായിട്ട് അവർ ശ്രമിക്കും. ടാറ്റു ഒക്കെ ചെയ്ത് കമ്മലിട്ട് മൂക്കൊക്കെ കുത്തിയ സിംഗേഴ്സ് ഉണ്ടല്ലോ മെയിലിൽ തന്നെ, അവരെ പോലെയൊക്കെ ആവാനായിട്ടുള്ള ശ്രമം ഈ ഒരു അഡോളസൻസ് ഏജിൽ, ആ ടീനേജിലേക്ക് ആവുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈമിൽ അവർക്ക് അതൊരു ഭയങ്കര ക്രേസ് ആയിരിക്കും. അവർ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് അത് കിട്ടാനായിട്ട് അവർ നോക്കും. അവരെ പോയി മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഒക്കെ ആയിരിക്കാം. കൊറിയൻ ബാൻഡൊക്കെ ഉള്ള സമയങ്ങളിൽ അവരെ കുറേ കുട്ടികളുടെ തലയിൽ അതായിരുന്നു, BTS അല്ലെ, അവരെ പോയി കാണണം, അവരെ കൊറിയയിൽ പോകണം. പഠിക്കുക എന്നുള്ളതല്ല അവരുടെ പ്രൈം ഇമ്പോർട്ടൻസ് തന്നത്. അങ്ങനെ ഒത്തിരി അങ്ങ് അഡിക്റ്റഡ് ആയ കുട്ടികളെ പറ്റിയിട്ട് അവരുടെ പാരന്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അവരങ്ങനെയാണ്, അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അവരുടെ പോലത്തെ കോസ്റ്റ്യൂംസ്, അവരുടെ ആക്സസറീസ് അതെല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങും. കുട്ടികളെ നമ്മൾ മനസ്സിലാക്കിക്കണം എന്താണ് റിയൽ, എന്താണ് അൺറിയൽ എന്നുള്ളത്. അത് നമ്മൾ ആസ് ആൻ അഡൾട്ട് നമ്മളായിരിക്കണം അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഫാന്റസിയിലേക്കൊന്നും അവരെ കൂടുതൽ കൊണ്ടുപോകരുത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. അതിലും റിയാലിറ്റി, ഫാന്റസി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സൂപ്പർ ഹീറോസിനെ ഫോളോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, റിയൽ സിനിമയിലൊക്കെ അവർ അഭിനയിക്കുന്ന ക്യാരക്ടറാണത്. അവര് പേഴ്സണൽ ലൈഫിൽ അവർ എങ്ങനെയാണോ എന്തോ നമ്മൾക്ക് അറിയില്ല. പക്ഷെ അവരുടെ ആ ക്യാരക്ടർ കണ്ടുമ്പോൾ കുട്ടി ആ ക്യാരക്ടർ പോലെ ആകാനായിട്ട് ശ്രമിക്കുന്നതും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പല ഇടങ്ങളിലും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അവര് സ്മോക്ക് ചെയ്യുന്ന കാണുമ്പോൾ ട്രൈ ചെയ്യാൻ, അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് അവർ ഭയങ്കര ഡയലോഗ്സ് പറയുന്നതും എല്ലാരെയും ഇടിച്ച് ഇതാക്കുന്നതും കാണുമ്പോൾ കുട്ടികളുടെ ധാരണ ഒരു പവർ കിട്ടുന്നത് അവരിങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് രീതിയിൽ അവർ ഫോളോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് റിയൽ അൺറിയൽ നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കും. പലപ്പോഴും ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂർ, കുട്ടി മൂവി കാണാനായിട്ട് പോകുന്നതിന് മുമ്പ്
കംപ്ലീറ്റ് അനലൈസ് ചെയ്തതിന് ശേഷമേ കുട്ടികളെ കൊണ്ടുപോകുള്ളൂ. കാരണം ഇതുപോലുള്ള റോങ് മെസ്സേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികളെ വളരെയധികം ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ നോക്കിയിട്ടാണ് കുട്ടികൾ. പിന്നെ അവര് വീട്ടിലിരുന്ന് മൂവി കാണുമ്പോഴും അതുപോലെ റിവ്യൂസ് എല്ലാം നോക്കി സെലക്ട് ചെയ്ത മൂവീസ് ഒക്കെയാണ് കാണുന്നത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. നമുക്കറിയാം ഇമാജിനേഷൻ നമ്മൾക്കും ഉണ്ടല്ലോ ഇമാജിനേഷൻ. ഇപ്പോഴും നമ്മൾ ഇമാജിനേഷൻ നമുക്കുണ്ട്. ക്രിയേറ്റിവിറ്റി നമ്മളെ നല്ലൊരു ക്രിയേറ്റീവിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളുടെ ശരിയായ രീതിയിലുള്ള ഇമാജിനേഷൻ തന്നെയാണ്. ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നവര് അവർ ആ ഡിസൈൻ ചെയ്ത ആ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതിശയമായിട്ട് ഇപ്പോൾ ഇത്ര ഭംഗിയാണ്, ഇങ്ങനെയൊരു ഐഡിയ, നല്ലൊരു ഐഡിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ആ കറക്റ്റ് ആ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്ത അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായി മാറിയതാണ് അവിടെ. അതുപോലെ ചിലർക്ക് ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പഴയ ബോട്ടിൽസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അവർ അതില് വളരെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ് തന്നെയാണ്. പക്ഷെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാതെ ചുമ്മാ അതും ഇതൊക്കെ ഓർത്ത് ഒരു ഡേ ഡ്രീമിങ് പോലെ, ഫാന്റസി പോലെ, നമ്മൾ ദിവാസ്വപ്നം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഇല്ലാതായി പോകും. അതാണ് മറിയം മോണ്ടിസോറി ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ തന്നെയാണ് കുട്ടികൾക്ക്. അവർക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ളതിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ് ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ്. അവർക്ക് ആദ്യത്തെ പീരീഡിലും അവർക്ക് ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വിഷ്വലൈസ് ചെയ്തതിലും കൂടുതൽ അവർക്ക് ഈ ഒരു ഏജിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇനീഷ്യലി പറഞ്ഞിരുന്നു, കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ കോൺക്രീറ്റ് ഐഡിയാസ് ആണ് കൂടുതൽ. അവർക്ക് കാണുന്നതും കേൾക്കുന്നതും തൊട്ട് നോക്കാൻ പറ്റുന്നതൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് കുട്ടിയോട് വെയിറ്റ് കൂടുതലുള്ളത്, നീളം കൂടുതലുള്ളതെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതേസമയം അവർക്ക് അങ്ങനെയുള്ള ഒബ്ജക്റ്റ് കൊടുത്തിട്ട് ഇതാണ് വെയിറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഇതാണ് നീളം കൂടുതൽ എന്നൊക്കെ പറയുമ്പോഴാണ് അവർക്ക് ആ ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ഇമാജിൻ ചെയ്ത് അതിനെ വിഷ്വലൈസ് ചെയ്യാനൊന്നും പറ്റില്ല ചില ഐഡിയാസ്. അതായത് അബ്സ്ട്രാക്ട് തിങ്കിങ് അവർക്ക് ആയിട്ടില്ല. പക്ഷെ ഈ ഒരു പീരീഡ് വരുമ്പോൾ അവരുടെ ആ ഒരു ഇമാജിനേഷന്റെ ആ ഒരു പവർ കുറച്ചുകൂടെ കൂടുവാണ് ഫസ്റ്റ് പീരീഡിനേക്കാളും. കാരണം അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ, അവർക്ക് അസ്യൂം ചെയ്യാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു അസ്യൂം ചെയ്ത ഒരു നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റും. ഫാന്റസിയുടെ ഇൻട്രൊഡക്ഷൻ അവർക്ക് വേണ്ട എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ആ ഒരു സമയം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇമാജിനേഷനും വിഷ്വലൈസേഷനും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിക്കും മങ്ങലേൽക്കും എന്നുള്ള രീതിയിൽ ഫാന്റസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മറിയം മോണ്ടിസോറി അഗെയിൻസ്റ്റ് ആയിരുന്നു. അവർ പറയുന്നത് ആ ഒരു റിയാലിറ്റി ആയിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് കുട്ടികളെ അവരുടെ ലൈഫിൽ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. ആ ഫാന്റസി ആണെങ്കിൽ അതുപോലെ ഫേബിൾ, കെട്ടുകഥകള്, മിത്സ്, പഴയ ചരിത്ര കഥകളൊക്കെ ഇങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ആ ഒരു മനസ്സിലാക്കുന്നതിൽ അവർക്ക് തടസ്സം വരും. അവർ ആ കെട്ടുകഥകളിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന് അവർ വിശ്വസിക്കും. ആലീസ് ഇൻ വണ്ടർലാൻഡ്, ആലീസ് പോയതുപോലെ ഒരു ലോകം. ഞാനൊക്കെ ആലീസ് ഇൻ വണ്ടർലാൻഡ് വായിക്കുന്ന സമയത്ത് ഞാനും ചെറുപ്രായത്തിൽ കേട്ടോ ആലീസിന്റെ കൂടെ അങ്ങ് യാത്ര ചെയ്യുന്ന പോലെ ഒരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമയമെടുത്തു. അങ്ങനെ ആലീസ് പോയ ചിലപ്പോ അങ്ങനെ ഇരുന്ന് ആലോചിക്കും, ആലീസ് പോയതുപോലെ ഞാനും അങ്ങനെ ഒരു ലോകത്ത് ചെല്ലുന്നു. ആ ഒരു രീതിയിലൊക്കെ ഇരുന്ന് അന്നത്തെ പ്രായത്തിൽ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ബുക്ക് വായിച്ചപ്പോൾ അത് ഭയങ്കര കൂടുതലായിരുന്നു. അത് പക്ഷെ മൂവി ആയിട്ട് കണ്ടത് പിന്നെയും കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അതൊക്കെ മൂവി ആയത് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമല്ലേ. അപ്പൊ നമുക്കറിയാം വാട്ട് ഇസ് റിയൽ ആൻഡ് അൺറിയൽ എന്നുള്ളത്. അപ്പൊ ബുക്ക് വായിക്കുന്ന സമയത്ത് തന്നെ വളരെ ഇൻവോൾവ് ആയിട്ട് വായിച്ചു. അലീസിന്റെ ഒപ്പം ആ ലോകം വരെ എത്തി. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ആ ലോകത്താണെന്നുള്ളൊരു ഫീല്, അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കിടക്കാൻ സമയമെടുക്കും. അപ്പൊ നമ്മുടെ അത്രയും ടൈം, നമ്മുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പീരീഡിന്റെ ആ ടൈം ആ മുഴുവനും ആ ഒരു ഇമാജിനറി വേൾഡിനകത്ത് അത് പെട്ട പോലെ ആയിപ്പോകും. അതുകൊണ്ടാണ് മറിയം മോണ്ടിസോറി അങ്ങനെ പറയുന്നത്. ആ ഒരു ഫേബിൾസ്, അങ്ങനെയുള്ള കെട്ടുകഥകൾ, ഫാന്റസി, അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ പറയുന്നത്. അവരെ റിയാലിറ്റിയുമായിട്ടും റിയൽ ഹീറോയുടെ സ്റ്റോറീസുമായിട്ടും കണക്ട് ചെയ്യണം. ഇത്രയാണ് നമ്മൾ സെക്കൻഡ് പീരീഡ് വന്നത്. സെക്കൻഡ് പീരീഡ് 6 to 12 years ആണ് അഡോളസൻസ് പീരീഡ്. അവരുടെ ഫസ്റ്റ് പീരീഡിലെ പോലെ തന്നെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അവർ കൂടുതൽ അതിനെ അസംഷൻസിലൂടെയും അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ട് വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ അവർക്ക് കൂടുന്ന ഒരു ടൈം. നെക്സ്റ്റ് തേർഡ് പീരീഡ് എല്ലാ അമ്മമാരും വല്ലാതെ വിഷമിക്കുന്ന ഒരു ടൈം തന്നെ പറയാം. വരും
ആ ഒരു ഫസ്റ്റ് 2 പീരീഡിൽ, അതായത് ജനിച്ചപ്പോൾ തുടങ്ങിയ കുട്ടി ആ ഒരു 12 വയസ്സ് ആവുന്നവരെ നമ്മളുടെ ആ ഒരു കെയർ, കൺസേൺ, കമ്പാഷൻ ശരിയായ രീതിയിലാണ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുട്ടി നമ്മളോട് കൂടുതൽ അടുത്തിട്ടുണ്ട്, കുട്ടിക്കും നമ്മളും തമ്മിലൊരു സ്പേസ് ഉണ്ട്, എന്ത് പറയാനുള്ള ഉണ്ടെങ്കിൽ ഈ ഒരു പീരീഡ് നമ്മൾ അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചെറിയ ചെറിയ റിഫ്ലക്ഷൻസ്, ഒരു പൊട്ടിത്തെറികൾ, ഒരു ചെറിയൊരു തീപ്പൊരിയൊക്കെ നമുക്ക് അനുഭവിക്കുന്ന ഒരു സമയമാണ് 12 to 18 ഇയേഴ്സ് തേർഡ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാരാ റീഡ് ചെയ്യാം? ഫുൾ എങ്ങനെയാണ്? ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വേണ്ട, അതിന് മുമ്പ് വരെ third period 12 to 18 years. Third period. Montessori regarded adolescence as a period of great susceptibility. She considered the period of adolescence as a period of self-construction, just like the first period. She considered the adolescents as self-conscious. Adolescents are interested in social organization and other people of the world. She referred to these psychological characteristics as an abstract social sentiment for humankind, in which he follows to understand people's behavior in the work as a whole, including the past. Need for calm and solitude, need for calm and quiet. She believed that adolescents have a need for calm and solitude if they were to build a sense of the self and the world. They are replete with doubts, hesitations, discouragement. They are sensitive, ashamed easily, and lack confidence. They have a great need for the strengthening of self-confidence. Maria Montessori was incapable of working out the details of their educational design for children in this period. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, മറിയ മോണ്ടിസോറിക്ക് ആദ്യത്തെ ഫസ്റ്റ് പീരീഡിലെ പോലെ കാര്യമായ ഒബ്സർവേഷൻസ് ഒന്നും പീരീഡുകളിലൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, അല്ലെ? ഫസ്റ്റ് പീരീഡിൽ അത്രയും വളരെ മനോഹരമായിട്ട് അവർ റിസർച്ച് ചെയ്ത അവരുടെ ഒബ്സർവേഷൻസ് എല്ലാം നല്ല രീതിയിൽ ചെയ്തു. പക്ഷെ ബാക്കിയുള്ള പീരീഡിൽ അവർ അത്ര കേപ്പബിൾ ആയിരുന്നില്ല. എന്നാലും വട്ട് എവർ ഷീ ഫെൽറ്റ് അത് നമുക്ക് വേണ്ടിയിട്ട് അവര് പകർന്നു തന്നിട്ടുണ്ട്. ഓക്കെ, തേർഡ് പീരീഡ് 12 to 18 years, ഒരു പീരീഡ് ഓഫ് ഗ്രേറ്റ് സക്സെപ്റ്റബിലിറ്റി. എന്തും ഇവരെ ബാധിക്കും, അഫക്ട് ചെയ്യുന്ന കാര്യം. സൊസൈറ്റിയിൽ നടക്കുന്നതാണെങ്കിലും, വീട്ടിൽ നടക്കുന്നതാണെങ്കിലും, സ്കൂളിൽ നടക്കുന്നതാണെങ്കിലും, ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നടക്കുന്നതാണെങ്കിലും, വേറെ ഏതെങ്കിലും കൺട്രിയിൽ നടക്കുന്ന കാര്യമാണെങ്കിലും, ലോകത്ത് മുഴുവൻ എന്തൊക്കെ നടക്കുന്നതെല്ലാം ഇവരെ ബാധിക്കും. ദേ ഹാവ് ദെയർ ഓൺ ഒപ്പീനിയൻ, ആ ഒരു സെന്റിമെന്റ്, അവർക്ക് ആ ഒരു ഒപ്പീനിയൻ ഉണ്ട് സൊസൈറ്റിനെ കൺസിഡർ ചെയ്യുന്നവര്. സെൽഫ് കൺസ്ട്രക്ഷൻ തന്നെയാണ് ഫസ്റ്റ് പീരീഡിലെ പോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു തേർഡ് പീരീഡ്. അവരുടെ ഒരു സെൽഫ് മെയ്ഡ് ആകുന്നു, കുറെ കൂടെ ഷാർപ്പാകുന്നു അവരുടെ പല കാര്യങ്ങളും. അവർ കോൺഷ്യസ് ആണ്, ഞാൻ മുടി ചീകിയാൽ ശരിയാകൂ, ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവൂ, ഈ ഡ്രസ്സ് എനിക്ക് ഓക്കെയാണ്, ഞാൻ അങ്ങനെ അവർ ഭയങ്കര കോൺഷ്യസ് ആകുന്ന ഒരു ടൈമാണ്. അവർ കുറെയൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ കുറെ അങ്ങ് ശ്രദ്ധിക്കും, ഭയങ്കരമായിട്ട് സെൽഫ് കോൺഷ്യസ് ആകുന്ന ഒരു ടൈമാണ് അഡോളസൻസ്. ഷൈനസ് ഒക്കെ ഈ ഒരു ടൈമിലും അവർക്കുണ്ട്. അതുപോലെ തന്നെ സോഷ്യലൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും, പല ആക്ടിവിറ്റീസും അവർക്ക് താല്പര്യമായിരിക്കും. അങ്ങനെയുള്ള ഇതിലെല്ലാം അവർ കൂടുതൽ ഇൻവോൾവ് ആകുന്നു. ഈ ഒരു സമയത്ത് അവർക്ക് അബ്സോർബൻ മൈൻഡ് അല്ല എന്നുള്ളത് നമുക്കറിയാം. ചെറിയ പ്രായത്തിലാണ് എന്തോ വിശ്വസിക്കുന്ന ആ ഒരു അബ്സോർബൻ മൈൻഡ് ഉള്ളത്. ഇപ്പൊ അവരുടെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും പല കാര്യങ്ങളും അവരുടെ പ്രീവിയസ് പീരീഡുമായിട്ടും അവരുടെ പാസ്റ്റുമായിട്ടും കണക്ട് ചെയ്തായിരിക്കും വരുന്നത്. പിന്നെ സംടൈംസ് അവർക്ക് കാം, ക്വയറ്റ്, അങ്ങനെ ഒരു സൊളാസ്, ആ ഒരു ഇതായിരിക്കും താല്പര്യം. അവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ, പല കാര്യങ്ങളും ആ ഒരു സമയത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാനും അങ്ങനെയുള്ള അതെല്ലാം അവർക്ക് താല്പര്യമായിരിക്കും. അവർക്ക് അവര് ഡെവലപ്പ് ആവുന്നത്, നറിഷ് ആകുന്നത്, ദേ ആർ റിപ്പീറ്റ് നറിഷ് ആകുന്നത്. കുറെ ഡൗട്ട്സ് ഉണ്ടാകും, കുറെ സംശയങ്ങൾ ഉണ്ടാകും.
പലപ്പോഴും അവര് നിരാശ മീൻസ് അവര് പെട്ടെന്ന് ഡൗൺ ആകാനുള്ളത് ഈ ഒരു പ്രായത്തിൽ അങ്ങനെയും ആകാറുണ്ട്. അവർ സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് തന്നെ അവർ അഷെയിംഡ് കോൺഫിഡൻസ് കുറയും, അങ്ങനെയും നടക്കും. അപ്പൊ നമ്മളുടെ പ്രീവിയസ് പീരീഡുകളെല്ലാം ശരിയായ രീതിയിലാണ് പോകുന്നതെങ്കിൽ തേർഡ് പീരീഡില് ഈ കുറവുകളെല്ലാം ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതേസമയം പ്രീവിയസ് പീരീഡിലെ ശരിയായ രീതിയിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ്, അഷെയിംഡ്, അതൊക്കെ പെട്ടെന്ന് അവരെ ബാധിക്കും. ലീഡ് സക്സസിബിലിറ്റി നമ്മൾ പറഞ്ഞു, എന്തും അവരെ ബാധിക്കുന്ന ഒരു പ്രായമാണ്. അതേസമയം അവർക്ക് ഇനഫ് സപ്പോർട്ട് പ്രീവിയസ് പീരീഡിലും അവരുടെ പ്രസന്റ് ഏജിലും കിട്ടുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിൽ നിന്നെല്ലാം വെന്റിലേറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. നാണം കിട്ട് അങ്ങനെ പോവില്ല. അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഒന്ന് ഡൗൺ ആയാലും പെട്ടെന്ന് തന്നെ അതാകും. അവിടെയാണ് നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കാം. പറഞ്ഞു മറിയാം മോണ്ടിസോറി ഇൻകേപ്പബിൾ ആയിരുന്നു ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും. എന്നാലും അവരവരുടെ കുറച്ച് ഒബ്സർവേഷൻസ് താഴെ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് 2 ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്കും നീഡ് ഫോർ അക്കാദമിക് നോളജ്. ഞാൻ വായിക്കാം. Need for intellectual tasks. Maria Montessori also felt that adolescents respond well to intellectual tasks. They like to reason and discuss conceptual ideas. They attain conclusion based on evidence. They are interested in discussing moral and spiritual issues. Need for academic knowledge. Montessori saw the need and benefits of academic knowledge and creative study for adolescents. She was concerned with the right methodology for imparting knowledge. She felt that education must be broad and complete. തേർഡ് പീരീഡിലെ നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക് ഒരു കൂടുതലും ക്രിയേറ്റീവായിട്ടും ഇന്റലക്ച്വലുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. ഈ ഒരു സമയത്ത് സ്കൂൾ കാലഘട്ടം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആക്ടിവിറ്റീസും ക്രിയേറ്റീവായിട്ടും ഇന്റലക്ച്വൽ ആയിട്ടുള്ള വരുന്ന പല ആക്ടിവിറ്റീസിലും ഈ ഒരു ഏജിലുള്ള കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു തിയറി, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ അവരതിനെ പ്രൂവ് ചെയ്യാനും അതെങ്ങനെയാണ് അത് മറ്റുള്ളവരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഐഡിയാസ് പിന്നെ അവരുടേതായ രീതിയിൽ അവരതിനെ അനലൈസ് ചെയ്യുന്നു. അവർക്കൊരു ഐഡിയ കിട്ടുന്നു, അവർ കൺക്ലൂഷനിലേക്ക് പോകും. ബട്ട് ബേസ്ഡ് ഓൺ എവിഡൻസ്. അവർക്ക് എവിഡൻസ്, തെളിവ് വേണം. ചുമ്മാ എന്തും അവർ വിശ്വസിച്ച് അങ്ങനെയും പറ്റില്ല. ആ ഒരു തെളിവ് വേണം. കൺക്ലൂഷനിലേക്ക് അവർ പോകുന്നതിന് മുമ്പ് അവർക്ക് അതിന് എവിഡൻസ് വേണം. അതുപോലെ തന്നെ മോറൽ സ്പിരിച്വൽ ഇഷ്യൂസ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും അവർ താല്പര്യപ്പെടും. എക്സിസ്റ്റൻസ്, നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ്, നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിലെ ഓരോ കാര്യങ്ങളും, എന്ത് ജീവനുള്ള സാധനങ്ങളാണെങ്കിലും അതൊക്കെ അതിന്റെയൊക്കെ എക്സിസ്റ്റൻസ് എന്താണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി, ഗോഡ് ഈസ് ദെയർ ഓർ നോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ അവർക്ക് വളരെ താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ള സ്പിരിച്വൽ കാര്യങ്ങളെല്ലാം. പിന്നെ അക്കാദമിക് നോളജ്, അവർക്ക് അറിവ്, അത് ഭയങ്കര ഒരു താല്പര്യമാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് വന്നപ്പോ ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാനായിട്ട് കൊടുക്കുള്ളൂ. കാരണം മറിയ മോണ്ടിസോറി പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്കൊരു അവയർനെസ്, ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിൽ അപ്ലൈ ചെയ്യും, മറ്റുള്ളവരിലും അപ്ലൈ ചെയ്യും, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കും. അപ്പോഴാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കംപ്ലീറ്റ് ആകുന്നത് എന്നാണ് അത് തന്നെയാണ് മറിയ മോണ്ടിസോറി പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്കും അതറിയാം. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ സ്കൂൾ ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ വന്നാണ്. ഞാൻ ഇതിനകത്ത് പങ്കെടുത്തില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു പഠനശേഷം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ശേഷം ഞാൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയിൽ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ല. പഞ്ചാബിൽ എവിടെയോ വ്യാജ സർട്ടിഫിക്കറ്റുകൾ 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാണ് ഓരോരോ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുവാണ്, പഠിച്ചത് വെറുതെ ആയി, പഞ്ചാബിലൊക്കെ ബുക്ക് തുറന്നു വെച്ച് എഴുതാം, ടീച്ചേഴ്സൊന്നും ഒന്നും പറയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഭയങ്കര ഡിസ്കഷൻ. ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പക്ഷെ എന്റെ വളരെ ഒരു അടുത്ത സുഹൃത്താണ് പഠിച്ചത് വെറുതെ ആയി എന്ന് എഴുതിയത്. പക്ഷെ അദ്ദേഹം പഠിച്ചത് കൊണ്ടാണ് അദ്ദേഹം നല്ല പൊസിഷനിലാണ്. നല്ല പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ്, അല്ലാണ്ട് ഒന്നും ആകാതിരുന്നിട്ടുള്ള ഒരാളല്ല. അറ്റോമിക് റിസർച്ച് സെന്ററിലൊക്കെ നല്ലൊരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആൾക്ക് മാത്രം മെസ്സേജ് അയച്ചു. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോയിങ് അവർ സെൽസ് ആണ്. അല്ലാതെ അത് മാർക്സും സർട്ടിഫിക്കറ്റ്സും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ശരിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് കിട്ടുന്ന അവയർനെസ് അത് നമ്മളൊരു നോളജ് ആക്കി വെക്കുന്നു, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു, അത് നമ്മളുടെ ലൈഫിലേക്ക് ആവശ്യമുള്ള ഇടങ്ങളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് എഡ്യൂക്കേഷൻ പൂർത്തി ആകുന്നത്. അപ്പൊ ഈ പറഞ്ഞ വ്യക്തികൾ ഒരിക്കലും അവരുടെ മക്കളെ ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പഠിക്കേണ്ട, നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു പാരന്റ്സും അയക്കില്ല, അല്ലെ? അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. അവർ കഷ്ടപ്പെട്ട് പഠിക്കട്ടെ, അവരുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് അവരൊരു അടുത്ത് എത്തിച്ചേരും. അപ്പൊ ഈ പറഞ്ഞവരാരും തമാശക്ക് ജസ്റ്റ് ഗ്രൂപ്പ് ഒന്ന് ഉണരാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷെ എനിക്കിങ്ങനെ എഡ്യൂക്കേഷനോട് ഭയങ്കര ലവ് ആയതുകൊണ്ട് എനിക്ക് ഡൈജസ്റ്റ് ആയില്ല. അതിന്റെ കുഴപ്പമിട്ടോ. അവരൊരു തമാശക്ക് ഇങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ അത് നമ്മളുടെ മക്കളിലേക്കൊന്നും എത്താതിരിക്കട്ടെ. കാരണം അതൊരു റോങ് മെസ്സേജ് ആയി പോകും. കുട്ടികളും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു സ്റ്റുഡന്റ് പോളിടെക്നിക്കിലായിരുന്നു പഠിച്ചത്. ഭയങ്കര മിടുക്കനാണ്. അപ്പൊ ആള് കറന്റ്ലി ഇപ്പോഴല്ല, അന്ന് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഓവർസീസ് കൺട്രീസിലേക്ക് പോകണം. പലപ്പോഴും ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, IT പുള്ളി ഹാർഡ്വെയർ സെഷൻ ആയിരുന്നു. അപ്പൊ IT ആണെങ്കിലും ഹാർഡ്വെയറിലാണെങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക് പുറത്തെ കൺട്രീസിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ആ ഒരു ടൈമിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് US-ലേക്കായിരുന്നു. ഓൺ സൈറ്റ് പോകുന്നത് US-ലേക്കായിരുന്നു. ഇവൻ ഡിപ്ലോമ ഹോൾഡർ ആയതുകൊണ്ട് ഇവന് US-ലേക്ക് പോകാനുള്ള ചാൻസ് ക്യാൻസലായി. ബിടെക് ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ, എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ്, ഇവന് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല കഴിവുണ്ട്, പക്ഷെ എന്നിട്ടും അവർ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് US-ലേക്ക് പോസിബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ റിക്വസ്റ്റ് അവർ റിജക്ട് ചെയ്തു. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാനൊരു കാശ് കൊടുത്തൊരു ബിടെക് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ പോവാ, എന്നിട്ട് ഞാൻ US-ലേക്ക് പോവാ. നീ ലൈഫ് ലോങ് നീ വിഷമിക്കും. ഞാൻ ഈ പൊസിഷനിൽ എത്തിയത് ഞാൻ ഇത്രയും ഫേക്ക് ആയിട്ട് ഫ്രോഡ് ചെയ്തത് കൊണ്ടാണല്ലോ എന്ന് നീ തന്നെ ചിന്തിക്കും. ഈ ശമ്പളം വാങ്ങുമ്പോഴൊക്കെ ഈ ചിന്ത നിനക്ക് വരും. വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു വിടുവായത്തരം പറഞ്ഞതാണ്. അപ്പൊ അത് പറഞ്ഞ ശരിയാ, വേണ്ട. പിന്നെ എനിക്ക് മക്കളുണ്ടാകുമ്പോ ഞാനൊരു റോങ് മെസ്സേജ് തന്നെയല്ലേ, ഞാൻ അവരറിയുന്നില്ലെങ്കിലും എന്റെ ഉള്ളിൽ ഇത് ഉണ്ടാവുമല്ലോ, റോങ് മെസ്സേജ് പോവുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് വേണ്ട. പക്ഷെ മലേഷ്യ പോലുള്ള കൺട്രീസിലേക്കൊക്കെ കിട്ടി, വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതാണ് നമ്മൾക്ക് അങ്ങനെ കാശ് കൊടുത്താൽ ഈ പറയുന്ന പലതും കിട്ടും. പക്ഷെ കാശ് കൊടുത്താൽ നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ സ്വയം ആകണമെങ്കിൽ നമ്മൾ അറിവുകൾ സമ്പാദിച്ച് നമ്മളിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഓക്കെ, നീഡ് ഫോർ അക്കാദമിക് നോളജ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം ആ ഒരു ക്രിയേറ്റീവ് സ്റ്റഡിക്ക് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കാണാതെ പഠിച്ചു, സബ്ജക്ട് സ്റ്റഡിയും പോയി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, പരീക്ഷ എഴുതി. പക്ഷെ പിന്നീട് ഒരു ഏജ് വരുമ്പോൾ നമ്മൾ ഇതിനെല്ലാം മനസ്സിലാക്കിയിട്ട് പഠിക്കുവാണ്. നമ്മൾ അതിനെ അനലൈസ് ചെയ്തു, നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നിടത്ത് അപ്ലൈ ചെയ്തു, മറ്റുള്ളവർക്ക് നമ്മളത് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെ റൈറ്റ് മെത്തഡോളജി, ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് റൈറ്റ് മെത്തഡോളജി വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ ബ്രോഡും കംപ്ലീറ്റും ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളതല്ല. നമ്മളത് വൈഡ് ആയിട്ട് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മൾ ആ ഒരു ചെറിയ സർക്കിളിനകത്ത് മാത്രം പെട്ടിരിക്കരുത്. ഈ ഒരു PDF ലിങ്ക് ഉണ്ട്, അതിന്റെ ഉള്ളിൽ മാത്രം ഇരിക്കാതെ നമ്മൾ ചിന്തിക്കുക, അതിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കുക. എന്നാൽ മാത്രമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 2 points, നീഡ്സ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദ എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി. നേരത്തെ പല പീരീഡിലും പറഞ്ഞ പല കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഏജിന് കണക്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. 3rd one, 4th one ആരെങ്കിലും റീഡ് ചെയ്തു? യെസ്. Need for creative expression. Montessori also detected adolescents have a need for creative expression. Their creative urges enact not so much artistic feelings, but as a means for self-expression and self-discovery. They need assistance in their efforts. Montessori also indicated that adolescents and assistance in their effort to achieve extended independence.
They need support in two areas: in a community of peers and an adult friend. Interest in the exploration of reality. Adolescents have an interest in the research of reality. They want this analysis to include both the natural world of human organization, commerce, etc. During this period of adolescence, valorization of personality is considered to be the target of the third plane. Okay, needs for creative expression. അഡോളസൻസ് അവർക്ക് നമ്മൾ അവരുടെ അക്കാദമിക് നോളജും ഇന്റലക്ച്വൽ ആയിട്ടുള്ള അവരുടെ ആക്ടിവിറ്റീസും എല്ലാം പറഞ്ഞു. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അഡോളസൻസിന് വളരെ താല്പര്യമായിരിക്കും. ലൈക്ക് ഈ ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ തന്നെ കുട്ടികളെ ഗ്രൂപ്പായിട്ട് ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടി തിരിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണാം. മാഗസീൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവര് ഓണം സെലിബ്രേഷൻ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യുക, ക്രിസ്മസ് സെലിബ്രേഷൻ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴേക്കും അവർ വളരെ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാം. അവിടെ ആ ഒരു ടെൻഡൻസി അവർക്ക് കൂടുതലാണ്. പല അവർക്ക് കുറെ ഇന്റേണൽ ആർജസ് ഉണ്ടാവും, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അപ്പൊ അതങ്ങനെ ആകും. കാരണം അസ്യൂം ചെയ്യാനും ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യാനുമുള്ള കഴിവ് കൂടുതലാണ് ഈ ഒരു സമയത്ത്. ആർട്ടിസ്റ്റിക് ഫീലിങ്സ്, അങ്ങനെ പല കാര്യങ്ങളും അവരവരെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. അവരുടെ സെൽഫ് ഡിസ്കവറി എന്ന് പറഞ്ഞല്ലോ, ആദ്യത്തെ പീരീഡിലെ പോലെ തന്നെ സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുവാണ് ഈ ഒരു ടൈമിൽ. അപ്പൊ അവർ എക്സ്പ്രസ് ചെയ്യുന്നു, അവരുടെ വേസ് എക്സ്പ്രസ് ചെയ്യുന്നു, അവരെ തന്നെ തിരിച്ചറിയുന്നു. അവരുടെ സെൽഫ് ഡിസ്കവറി എല്ലാം വരുന്നത് ഈ ഒരു ടൈമിലാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ പ്രായം അതാണല്ലോ, അഡോളസൻസ് ആണ്. അപ്പൊ അവരുടെ ആ എഫേർട്സിൽ അവരുടെ അസിസ്റ്റൻസ് വേണം. അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ കൂടെയുണ്ട്, അവരെ ട്രിഗർ ചെയ്യാനായിട്ട്. നിനക്കിത് പറ്റും, നീ ഇത് ചെയ്യണം, നീ ഇത് ചെയ്താൽ നന്നായിരിക്കും, യു മേഡ് ഇറ്റ് എന്നൊക്കെ പറയാനുള്ള രീതിയിൽ ടീച്ചേഴ്സിന്റെ റോളും വീട്ടിൽ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആ റോള് എടുക്കുന്നത് നന്നായിരിക്കും. അവരുടെ ഇൻഡിപെൻഡൻസ് കൂടുതൽ എക്സ്റ്റെൻഡ് ആകുന്നതിന് നമ്മളൊന്ന് ട്രിഗർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും യെസ് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും, ആ ഒരു ഫീല് അവർക്ക് വരും. അപ്പോ രണ്ട് ഏരിയാസിലാണ് ഇവർക്ക് സപ്പോർട്ട് വേണ്ടത്. ഒന്ന് അവരുടെ ഇൻ എ കമ്മ്യൂണിറ്റി ഓഫ് പിയേഴ്സ്, അവരുടെ ആ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്നും, അതുപോലെ തന്നെ ഒരു അഡൾട്ട് ഫ്രണ്ടിൽ നിന്നും. അവരുടെ വീട്ടിലെ ആകാം, ടീച്ചറാകാം, അവരുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളും അവരുടെ ഫ്രണ്ട്സ്. ഇൻട്രസ്റ്റ് ഇൻ ദ എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി, അതിനോട് അവർക്ക് കൂടുതൽ താല്പര്യം തോന്നും. നാച്ചുറൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അത് എക്സ്പ്ലോർ ചെയ്യാൻ, അത് കാണാനും കൂടുതൽ മനസ്സിലാക്കാനും അവർ ശ്രമിക്കും. പിന്നെ അവരുടെ പേഴ്സണാലിറ്റിയുടെ ഒരു വാലറൈസേഷൻ, അതിന്റെ ഒരു വാല്യൂ, അവരതിനെ കൂടുതൽ മാനിക്കും. അവരതെല്ലാം ഈ ഒരു സമയത്ത് ഈ തേർഡ് പ്ലെയിൻ്റെ ഒരു ടാർഗറ്റ് തന്നെയാണ്. ആ ഒരു സമയത്ത് അവരെ കുറിച്ച് തന്നെ ഒരു മതിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ലൈഫ് ഫുൾഫിൽ ആകും. നെക്സ്റ്റ് ഏജിലേക്ക് പോകുമ്പോൾ അവര് ലൈഫിൽ സെറ്റിൽ ആവുന്ന, കരിയർ വൈസും ഫാമിലി വൈസും ഒക്കെ അവർ സെറ്റിൽ ആവുന്ന ഒരു ടൈമാണ് 24 years ഒക്കെ കഴിയുമ്പോഴേക്കും. ആ ഒരു പീരീഡിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ്, അവരെ തന്നെ വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ പേഴ്സണാലിറ്റി എല്ലാം വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർക്കുണ്ടാവും. ഓക്കെ, തേർഡ് പ്ലെയിനില്. നെക്സ്റ്റ് നമുക്കിനി ഫോർത്ത് പീരീഡിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമാണ് പറയാൻ മൻസൂർ പറഞ്ഞത്. അവിടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ കാമായി വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറുന്നു തേർഡ് പീരീഡ് വരുമ്പോൾ, ഫോർത്ത് പീരീഡ് വരുമ്പോൾ അല്ലെ, അഡൾട്ടായി 18 to 24 years. അതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോളൂ. Yes. According to Montessori, during this period, the young man is strong and relatively stable. The psychological characteristics are similar to those in the second plane. In the second period of development, relative calm appears after proceeding 6 years of rapid changes and turbulence. A similar integration of earlier changes takes place during this period and that of adolescence. During this period, the young person must be given help to enable him to become part of their society and to adapt to contemporary needs. This adaptation occurs through interaction of activities and experiences. ഈ ഒരു പീരീഡ് സെക്കൻഡ്
പീരീഡ് പോലെ, ആ ഒരു സെക്കൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ സെക്കൻഡ് പീരീഡ് പോലെ തന്നെയാണെന്ന് പറയുന്നത്. ആ ഒരു റിലേറ്റീവ് കാം, ഒന്ന് സബ്മിസീവ് ആവുന്ന ടൈമാണ് അല്ലെ. ആ ഒരു ടൈമില് അവരൊന്ന് ഒതുങ്ങി എന്നൊക്കെ നമ്മൾ പറയണമല്ലോ, ഒരു ഇരുത്തം വന്നു എന്നൊക്കെ പാരന്റ്സ് മക്കളെ കുറിച്ച് ഒരു 18 വയസ്സ് കഴിയുമ്പോൾ പറയാറുണ്ട്. പിന്നെ അവർക്ക് അവരുടെ കരിയർ സെറ്റ് ചെയ്യുന്നതിലും ഫാമിലി ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ആ ഒരു ടൈം ആവുമ്പോഴേക്കും വരും. ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് ഞാൻ, എന്റെ വീടിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി, ഞാൻ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. സോ ഐ ഹാവ് സം കമ്മിറ്റ്മെന്റ്സ്. എന്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയിലെ ഒരു സിസ്റ്റം തന്നെയാണ്. സോ ഞാനും കടപ്പെട്ടിരിക്കുന്നു, ഞാൻ കമ്മിറ്റഡ് ആണ്, ഞാൻ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു 4th പീരീഡിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു 3rd യൂണിറ്റ് കഴിയുവാണ്. പാർട്ട് 3യിലെ 4th യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽഫ് കൺസ്ട്രക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പലതിലും സെൽഫ് കൺസ്ട്രക്ഷൻ അത് വരുന്നൊരു ടൈമാണ്. പലതിലും പറഞ്ഞല്ലേ, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, അതിന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാകുന്നു, അങ്ങനെയെല്ലാം. സെൽഫ് കൺസ്ട്രക്ഷൻ അതാണ് നമ്മൾ തന്നെ ആയി വരുന്നത്. സെൽഫ് കൺസ്ട്രക്ഷനിൽ 2 നമ്മൾ പറഞ്ഞു, കുട്ടികളുടെ ആ ഒരു ഇനീഷ്യൽ ബർത്ത് തുടങ്ങി 6 years വരെ പറഞ്ഞപ്പോൾ 2 ടൂൾസ് ഉണ്ട് ഇവരുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന്. ഒന്ന് സെൻസിറ്റീവ് പീരീഡും അവരുടെ അബ്സോർബൻ മൈൻഡും ആണെന്ന് പറഞ്ഞു. ത്രൂ ഔട്ട് ലൈഫിൽ ഇതുണ്ട്, പക്ഷെ അബ്സോർബൻ മൈൻഡ് പിന്നീട് എല്ലാം വിശ്വസിക്കുന്നത് പിന്നീട് മാറി എല്ലാം അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വിശ്വസിക്കുന്ന രീതിയിലേക്കും പറഞ്ഞു. സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് സെൻസിറ്റീവ് പീരീഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 6 സെൻസിറ്റീവ് പീരീഡ്സ് ഉണ്ട്. സെൻസിറ്റീവ് ടു ഓർഡർ, കാര്യങ്ങൾക്കെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ കുട്ടിക്കുണ്ട്. നമ്മുടെ അഡൾട്ടിന്റെ ഓർഡർ ആയിരിക്കില്ല കുട്ടികളുടെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം ഒരു സ്ഥലത്ത് വെക്കും, അത് നമ്മുടെ ഓർഡർ ആയിരിക്കും, പക്ഷെ കുട്ടിക്ക് അത് ഇരിക്കേണ്ടത് വേറെ സ്ഥലത്തായിരിക്കും, അതായിരിക്കും കുട്ടിയുടെ ഓർഡർ. പിന്നെ ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്, അവരുടെ 5 സെൻസസും യൂസ് ചെയ്തിട്ട് അവർ പഠിക്കുന്നു. കാണുന്നു, കേൾക്കുന്നു, തൊട്ട് നോക്കുന്നു, ഇടിച്ചു നോക്കുന്നു, ചവിട്ടി നോക്കുന്നു, കടിച്ചു നോക്കുന്നു, അല്ലെ, ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, അവർ സോഷ്യലൈസ് ചെയ്യുന്നത്, ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നത്, അതെല്ലാം ഇതിൽ വരും. സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, ലാംഗ്വേജിനോടുള്ള ആ ഒരു സെൻസിറ്റിവിറ്റി, അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നത്, അവർ നമ്മുടെ ലിപ്സിലേക്കിന്റെ മൂവ്മെന്റിലേക്ക് തന്നെ നോക്കിയിരുന്നു, അങ്ങനെ അവരും എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവരുടെ ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ്. സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്, നമുക്കറിയാം ഏകദേശം 1 വയസ്സ് അല്ലെങ്കിൽ അത് കഴിയുമ്പോഴേക്കും കുട്ടികൾ നടക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അവർക്ക് ആ ബാലൻസ് ആയിട്ടില്ല, അവർ വേച്ച് വെച്ചൊക്കെ ആയിരിക്കും നടക്കുന്നത്. അവർ ആ ഒരു ബാലൻസിലേക്കായി ബോഡിയുടെ കൺട്രോൾ, കോർഡിനേഷൻ അവർക്ക് കിട്ടുന്നു. ആ ഒരു സെൻസിറ്റിവിറ്റി 2.5 വയസ്സൊക്കെ ആകുമ്പോൾ ആ ഒരു കോർഡിനേഷൻ അവർക്ക് സാധ്യം. സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ മൈന്യൂട്ട് ഒബ്ജക്ട്സ്, ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ കൗതുകം, ഉറുമ്പ് പോണതിങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കും. എന്തെങ്കിലും നമുക്ക് കിട്ടാത്ത പല സാധനങ്ങളും അവരെവിടെന്നെങ്കിലും പോയി എടുത്തോണ്ട് വരും. നിലത്ത് വീണ് കിടക്കുന്ന കടുകുമണി വരെ അവരുടെ കണ്ണിൽ പെടും. അങ്ങനെ ഒരു സ്മോൾ മൈന്യൂട്ട് ഒബ്ജക്ട്സ് അവർ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുക, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാനിതൊന്ന് ബ്രീഫ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 6 പീരീഡ് ഉണ്ട്. നിങ്ങൾ പരസ്പരം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട്, ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കായിട്ട് ഓരോരുത്തരായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരാമോ? എല്ലാവരും അത് നോക്കി വെക്കൂ. എന്നിട്ട് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ ആഡ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ആരെങ്കിലും അബ്സെന്റ് ആയാലും വേറൊരാൾ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാലോ. അപ്പൊ ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ വേറൊരാൾക്ക് കൂടുതൽ അതിനകത്ത് പറയാനുണ്ട്, എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഐഡിയ കിട്ടും. ഈ 6 ഏരിയയും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരിക. ക്ലാസ് റൂമിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക, ആരാ എടുക്കുന്നതെന്നൊക്കെ ഒന്ന് ഒരു കൺഫർമേഷൻ, ഒരു നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നമുക്ക് ആ ടോപ്പിക് അങ്ങനെ നിങ്ങൾ തന്നെ ലീഡ് ചെയ്യുന്ന രീതിയിൽ എടുത്തു പോകും. പിന്നെ തുടക്കത്തില് സെൽഫ് കൺസ്ട്രക്ഷനില് മറിയ മോണ്ടിസോറി ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് റീഡ് ചെയ്യാൻ നെക്സ്റ്റ് ക്ലാസ് തരണം. മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, നമ്മൾ ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫോസിസ്, ശലഭ പരിണാമം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിങ്ങനെ പുഴു, ആ ഒരു ലാർവ നിറയെ ഇലകളൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഉറങ്ങാനായിട്ട് പോകും, പ്യൂപ്പാവസ്ഥയിലേക്ക് പോകും.
കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഒരു ബാഗ് പോലെ അത് പൊട്ടി പുറത്തേക്ക് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ വിങ്സ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈ ആണ് ഇലയിൽ വന്ന് മുട്ടയിടുന്നത്. ഈ മുട്ട വിരിഞ്ഞാണ് ഈ പുഴുക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതാണ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല തളിരിലകൾ ടെൻഡർ ലീവ്സ് കഴിച്ചിട്ടാണ് അവര് ഈ പ്യൂപ്പാവസ്ഥയിലേക്ക് പോകുന്നത്. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആ പ്യൂപ്പ ആ ബാഗിനെ കുത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ പുറത്തു വരുന്ന ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബട്ടർഫ്ലൈ എന്ന് പറയാൻ പറ്റില്ല, അംഗവൈകല്യം സംഭവിച്ചൊരു ബട്ടർഫ്ലൈ ആയിരിക്കും. ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രമായിരിക്കും ചിറകുണ്ടായിട്ടുണ്ടാവുള്ളൂ, മറ്റേ സൈഡ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ സമയമെടുത്ത് അവിടെ ഡെവലപ്പായി അത് പുറത്തേക്ക് വരണം. കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെയാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കുട്ടികളും ആ സമയമെടുത്ത് നാച്ചുറലായി ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് അവർ സെൽഫ് മെയ്ഡ് ആകുള്ളൂ. എനിക്ക് പഴിപ്പിച്ചാൽ മധുരം ഉണ്ടാവില്ല എന്ന് പറയില്ലേ, അത് കറക്റ്റ് അതിന്റെ ടൈം എടുത്ത് പാകപ്പെട്ട് വരുന്ന പഴങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ്, ആ ഒരു സ്വീറ്റ്നെസ്, ആ ഒരു മധുരം പാകമായതിനെ ഉണ്ടാവുള്ളൂ നമ്മൾ പറയും. നമുക്ക് എങ്ങനെയും പഴിപ്പിക്കാം, എനിക്ക് പഴിപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അത് നല്ല കറക്റ്റ് രീതിയിൽ നാച്ചുറൽ ആയിട്ട് പഴുത്തു വരുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം, ഒരു ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫോസിസ് എങ്ങനെയാണോ, രൂപപരിണാമം എങ്ങനെയാണോ, അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളിലും. അവർക്ക് നാച്ചുറലായിട്ട് അവർക്ക് പറ്റുന്ന എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. അവർ ആ എൻവിയോൺമെന്റിലൂടെ വളർന്നു വരണം. ഇവിടെ ബട്ടർഫ്ലൈന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ബട്ടർഫ്ലൈ ചെയ്യുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രാഞ്ചിലെ അവിടെയായിരിക്കും മുട്ടയിടുന്നത്. പിന്നെ സെൻസിറ്റീവ് ടു ലൈറ്റ് ആണ്. സൺലൈറ്റിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ പുഴു പോകുന്നത്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കുഞ്ഞുങ്ങൾ പോകുന്നത്. അപ്പൊ അവർ ഏറ്റവും ടോപ്പിലുള്ള ബ്രാഞ്ചിനെ ലക്ഷ്യമാക്കി പോകുന്നതാണ് പറയുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ വേണം ഇവർക്ക് പോയിട്ട് പ്യൂപ്പയായിട്ട് കിടക്കാൻ. അതുമല്ല, ആ ഒരു ബ്രാഞ്ചിന്റെ ടിപ്പില് വരുന്ന ഇലകളാണ് അവർക്ക് കഴിക്കാൻ ഇഷ്ടം, തളിരിലകൾ. അത് അത്രയും നല്ലപോലെ കഴിച്ച് അവരങ്ങനെ സൺലൈറ്റ് ഇവരെ അട്രാക്ട് ചെയ്യും. ഈ സൺലൈറ്റ് ഈ പ്യൂപ്പയിൽ അടിക്കുന്ന സമയത്താണ് ഇത് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് വരുന്നതെന്നാണ് പറയുന്നത്. കറക്റ്റ് സമയമാകുമ്പോൾ അത് പൊട്ടി പുറത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ബട്ടർഫ്ലൈയുടെ ആ ഒരു മെറ്റമോർഫോസിസ് രൂപപരിണാമമായിട്ട് കമ്പയർ ചെയ്ത് കുട്ടികളിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സെൽഫ് കൺസ്ട്രക്ഷൻ ഞാൻ ഏത് ചാപ്റ്റർ വരെയും ഇത് തന്നിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ്. ആരോ അയച്ചു തന്നോ? ശ്രുതിയാണോ അയച്ചത്? ആരോ എനിക്ക് അസീനിയാണോ ആരോ ഒരാൾ എനിക്ക് അതിന് ഡീറ്റെയിൽസ് അയച്ചു തന്നിരുന്നത്. ജസ്റ്റ് എനിക്ക് അറിയാവുന്ന നോക്കിയിട്ട് മെസ്സേജ് ചെയ്തേക്കാമോ? ആ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ആരാ ഉള്ളത് സൈൻ ഔട്ട്? ഞാൻ പറയാമോ? Thank you, ma'am. Thank you, ma'am, for a wonderful class. Ma'am explained about the development of imagination, third period and fourth period. Thank you, ma'am, for explaining it so well. Thank you, classmates, for your cooperation. Sign out by Tansira. See you tomorrow. Thank you. Tansira, thank you. Okay, അസീന പറഞ്ഞു. അസീന എന്തോ പറയാനുണ്ട്? ഞാൻ സൈനോട്ട് പറയാനായിരുന്നു വന്നത്. ആഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല പറഞ്ഞല്ലോ. ഓക്കെ മാം, Thank you, ma'am. താങ്ക് യു ma'am. താങ്ക് യു മാം. Thank you, ma'am. ഓക്കെ, ടീച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ബുക്സ് ഒക്കെ വെച്ചിട്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് കിട്ടിയൊരു റിവാർഡാണത്.